ഹലോ, നമ്മൾ ഇന്നും ഒരു പള്ളിയിലാണ്. കേരളത്തിൻ്റെ ഒരു ജോർജിയൻ തീർത്ഥാടന കേന്ദ്രം കൂടിയായ പുതുപ്പള്ളി പള്ളി. കുറേ ചരിത്രങ്ങൾ പറയാനുള്ള പള്ളി കൂടിയാണ് പുതുപ്പള്ളി പള്ളി. കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. കൂടാതെ എനിക്ക് അതിശയമെന്ന് തോന്നിയ 3 കാര്യങ്ങളും ഞാനിവിടെ പറയാം. 1557 വാഴക്കുളത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു കുരിശുപള്ളിയാണ് പുതുപ്പള്ളി പള്ളി. 1640 ഈ പള്ളി ഇന്ന് കാണുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. കൂടാതെ 1780-ലും 2003-ലും ഈ പള്ളി പുതുക്കിപ്പണിയുണ്ടായി. ബെഹനാൻ സഹദ, പരിശുദ്ധ ഗീവറീസ് സഹദ, വിശുദ്ധ മാതാവ് എന്നിവരുടെ പേരിലാണ് ഈ പല കാലഘട്ടങ്ങളിൽ ഈ പള്ളി പുതുക്കിപ്പണിതത്. എനിക്ക് അതിശയമെന്ന് തോന്നിയ ഒന്നാമത്തെ കാര്യമാണ് 3 പള്ളികൾ കൂടിച്ചേർന്ന ഒരു പള്ളിയാണ് പുതുപ്പള്ളി പള്ളി. അതിൻ്റെ കാരണം ഈ 3 കാലഘട്ടങ്ങളിൽ ഈ പള്ളി പുതുക്കിപ്പണിതപ്പോൾ പഴയ പള്ളി അതേ രൂപത്തിൽ നിലനിർത്തിയത് കൊണ്ടാണ്. അത് വിശദമായി പറയാൻ നമുക്കിന്നൊരു 9 പേരുടെ നാമത്തിലാണ് ഈ പള്ളി ഉള്ളത്. അന്നേരം വലിയ പെരുന്നാളിന് 9 പേരുടെ നാമത്തിൽ ഇവിടെ 9 ത്രോണോസ് വരെ കുർബാനയില്ല. പാമ്പാടി തിരുമേനി, പരമ്പര തിരുമേനി, പിന്നെ ഇത് ഗീവറീസ് സഹദയുടെ, യൂരിത്തി അമ്മയുടെ, മർക്കസ്മോനി അമ്മയുടെ എല്ലാ നാമത്തിലുള്ള പള്ളിയാണ്. അന്നേരം അവരെ 9 പേരുടെ നാമത്തിൽ ഇവിടെ വലിയ പെരുന്നാളിന് കുർബാനയുണ്ട്. പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ 3 പേർ കുർബാന. 3 മദ്ബഹ എന്ന് പറയുമ്പോൾ ഒന്ന് മാതാവ്, ഈ പള്ളിയിലെ മാതാവ്, അടുക്കത്തേത് ഗീവറീസ് സഹദയുടെ, അങ്ങപ്പുറത്തേത് ബെഹനാൻ സഹദ. അതങ്ങനെ പണിയാൻ കാരണം എന്താണ്? ആദ്യം ഉള്ളത് സെൻട്രൽ മദ്ബഹയാണോ? ആദ്യം ഉള്ളത് ഗീവറീസ് സഹദയുടെ നടുക്കത്തെ പള്ളി. ഈ പള്ളി മാതാവിന്റെ പള്ളി, അങ്ങപ്പുറത്തെ പള്ളി ബെഹനാൻ സഹദയുടെ. അങ്ങനെ 9 പേരുടെ നാമത്തിലാണ് ഈ പള്ളി. ശരി. രണ്ടാമത് ഞാൻ കണ്ട കാര്യമാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മൃതി മണ്ഡപം അല്ലെങ്കിൽ കല്ലറ. എന്തു പറയണം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച്? അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എഴുതി വെച്ച ആ വാചകം തന്നെ പറയേണ്ടി വരും. ഈ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായ ഒരു സത്യമാണത്. കുറേ ആളുകൾ ദിവസവും ഇവിടെ വന്നു പോകുന്നുണ്ട്. കൂടാതെ ചെറിയ കുട്ടികൾക്ക് അത് ആരാണെന്നും പറഞ്ഞു കൊടുക്കുന്നവരെയും എനിക്കിവിടെ കാണാൻ പറ്റി. വല്ലാത്തൊരു സന്തോഷം എനിക്കത് കണ്ടപ്പോൾ തോന്നി. കൂടാതെ നല്ല മനോഹരമായൊരു സ്ഥലത്താണ് പുതുപ്പള്ളി പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ കോഡൂർ 6 നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ 1500-ലധികം കുടുംബാംഗങ്ങളുള്ള പള്ളിയും കൂടിയാണ് പുതുപ്പള്ളി പള്ളി. മണർകാട് പള്ളിയിൽ കാണുന്നത് പോലെയുള്ള കുരിശുകളുടെ ഒരു ശേഖരം തന്നെ ഈ പള്ളിക്കുമുണ്ട്. വിശുദ്ധ ഗീവറീസ് സഹദയുടെ ഓർമ്മ പെരുന്നാളാണ് പുതുപ്പള്ളി പള്ളി പെരുന്നാൾ ആയി ആചരിക്കുന്നത്. മൂന്നാമതായിട്ട് ഞാൻ കണ്ട കാര്യമാണ് മുളന്തുരുത്തിയിലുള്ള പെരുമ്പള്ളി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന നമ്മളെല്ലാവരും വിളിക്കുന്ന പെരുമ്പള്ളി തിരുമേനി ഡോക്ടർ ഗീവറീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഇടവക പള്ളിയും കൂടിയാണ് പുതുപ്പള്ളി പള്ളി. അദ്ദേഹത്തിൻ്റെ കുറേ ഫോട്ടോസുകളും അദ്ദേഹം കുർബാനയിൽ ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രവും കട്ടിലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതും കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾ നേരത്തെ കണ്ട ചേച്ചി ഞങ്ങളുടെ കാര്യം പറഞ്ഞു. ഇവിടെ വേറൊരു നീതിമാനും കൂടെ ഉണ്ട്. അത് വേറെ ആരുമല്ല, ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാർ. വല്ലാത്തൊരു സന്തോഷവും കൂടാതെ ഒരു സങ്കടവും എനിക്ക് തോന്നി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.